ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺ ദ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടീം ഗാലക്സിയുടെ 34 സീറ്റിംഗ് സെഗ്മെൻറ്റിലുള്ള ചിന്നാടനെയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിന്നാടൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, ഇത് സ്കാനിയുടെ ഫുള്ളി ബിൽഡ് ബസ്സാണെന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ഇത് ടാറ്റ അൾട്ര 8.5 ടൺ 4200 വീൽ ബേസിൽ ഓജസ് ഓട്ടോമൊബൈൽസ്, അതായത് കോതമംഗലത്തുള്ള ഓജസ് ബോഡി ചെയ്ത ഒരു ബസ്സാണിത്. ഇപ്പോൾ കേരളത്തിലുടനീളം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോ ആണ് അൾട്ര ഓജസ് കോംബോ. പ്രത്യക്ഷത്തിൽ സ്കാനിയുടെ ആ ഒരു ഫ്രണ്ട് കവളിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല. ഈ ഒരു ഹുഡായിക്കോട്ടെ, ഈ ഒരു പോർഷൻ ഗ്രില്ലായാലും ലോവർ ലെവലുമൊക്കെ പക്ക സ്കാനിയുടേത് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് പോസ്റ്ററും സ്കാനിയുടേത് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് സ്കാനി അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പെർഫെക്റ്റ് സ്കാനിയുടെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് കവള് വരുന്നത്. വൈപ്പേഴ്സ് ആയാലും സ്കാനിയയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ടൈപ്പ്, അഥവാ വോൾവോ സീരീസിലും സ്കാനിയ സീരീസിലും യൂസ് ചെയ്യുന്ന സെയിം വൈപ്പേഴ്സ് തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡ്രൈവർ വിസിബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഹെഡ്ലൈറ്റ് കൊണ്ട് ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും ഒരു അഡീഷണൽ സപ്പോർട്ട് എന്ന രീതിയിൽ 2 എക്സ്റ്റേണൽ ഹെഡ്ലൈറ്റും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ എക്സ്റ്റേണലി പ്രൊജക്റ്റഡ് റെയർ വ്യൂ മിററിനെ പറ്റി പറയാം. ഇപ്പോൾ പ്രകാശിൽ കണ്ടുവരുന്ന ആ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഈ ഒരു സീരീസ് നമ്മുടെ എക്സ്റ്റേണലി ഓപ്പറേറ്റഡ്, അതായത് കാറിലൊക്കെ വരുന്ന പോലെ ടിൽറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ ഇത് ടിൽറ്റബിൾ അല്ല, ഫിക്സഡ് ആണ്. ഏകദേശം ടിൽറ്റബിൾ ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം ഒരു 35,000 രൂപയോളം ചിലവുണ്ട് ആ ഒരു ടിൽറ്റബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഫ്രണ്ട് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. നമുക്ക് സൈഡിൽ വേറെ തന്നെ മിറർ ഉള്ളത് കൊണ്ട് തന്നെ ഇതധികം ഉപയോഗിക്കുന്നത് നമ്മളൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായും ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ സൈഡ് ഷീറ്റ്, അതായത് ഈ സൈഡ് ഷീറ്റിൻ്റെ ഫിനിഷിംഗ് ആണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള ബെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീറ്റിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആസ് പെർ ബോഡി കോഡ് സൈഡിൽ തെച്ചും ആംബർ നിറത്തിലുള്ള ലൈറ്റ്സാണ് നമ്മുടെ പാർക്കിംഗ് ലാമ്പായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആസ് പെർ റൂൾ അങ്ങനെയാണ്. അത് ആ റൂൾ പാലിച്ചുകൊണ്ട് തന്നെ ആംബർ ലൈറ്റ്സാണ് സൈഡിൽ മുഴുവൻ പാർക്ക് ലാമ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ പ്രീമിയം ബ്രാൻഡ് കാറുകളിൽ കണ്ടുവരുന്ന ടൈപ്പ് വീൽ കപ്പാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇത് ഡിസൈനും നിർമ്മിച്ചിരിക്കുന്നതും ഓജസ് ഓട്ടോമൊബൈൽസ് ആണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വീൽ കപ്പ് തന്നെയാണ്. ഇതിലുള്ള ഈ ഒരു പ്രൊജക്ഷൻ, ഒരു ഡയമണ്ട് കട്ട്, ആ ഒരു ഫീലൊക്കെ ഈ ഒരു വീൽ കപ്പിൽ നമുക്ക് നൽകുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഒന്നെങ്കിൽ സ്റ്റീലിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്യുന്ന ഒരു നോർമൽ ടൈപ്പ് വീൽ കപ്പാണ് കൂടുതലായിട്ടും കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു വീൽ കപ്പ് ഈ ടയറിലേക്ക് ഇടുമ്പോഴേക്കും നമുക്കൊരു പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എമർജൻസി എക്സിറ്റ് ആണ്. അപ്പോൾ ഗാർഡ് റെയിലിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ ഇവിടെ നിന്ന് കട്ടായി പിന്നെ അവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളിലും കണ്ടുവരുന്ന സെയിം സ്ലൈഡിങ് ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഈ വണ്ടി AC ആണ്. അപ്പോൾ AC ട്രിപ്പും നോൺ AC ട്രിപ്പും ഒരുപോലെ തന്നെ നമുക്ക് ഓടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡിങ് ഗ്ലാസ് പോർഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിക്സഡ് AC ഓട്ടങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കിത് ഫിക്സഡ് ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം. കൂടാതെ തന്നെ ഈ സ്ലൈഡിങ് ഗ്ലാസിന് മുകളിലായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ടൂറിസ്റ്റ് ബസ്, അപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും ആസ് പെർ ബോഡി കോഡ് എമർജൻസി എക്സിറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പ്രകാശിൽ കണ്ടിരുന്നത് ഏകദേശം ഈ ഒരു നടുക്ക് നിന്നും എമർജൻസി എക്സിറ്റ് കട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ വോൾവോ സ്കാനിയ സീരീസിലൊക്കെ ഏകദേശം ഫുള്ളി ഓപ്പൺഡ് എമർജൻസി എക്സിറ്റ് ആണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. അതേ ആ ഒരു സ്റ്റൈൽ തന്നെ ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഗ്ലാസ് ബ്രേക്ക് നമുക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും തുറക്കാവുന്ന രീതിയിലാണ് ഈ എമർജൻസി ഡോറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഗാർഡ് റെയിൽ കൊടുത്തിട്ടില്ല. കാരണം ഈ ഡോറിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങും വളരെ ക്രൂഷ്യലാണ്. അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗാർഡ് റെയിലിൻ്റെ ഈ ഒരു പ്രൊജക്ഷൻ കൊടുക്കാതിരിക്കുന്നത്. ഇനി നമ്മൾ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു സ്ട്രക്ചറെ പറ്റി പറയുമ്പോൾ സ്കാനിയിൽ കണ്ടുവരുന്ന, അതായത് സ്കാനിയുടെ ഒറിജിനൽ സ്കാനിൽ കണ്ടുവരുന്ന അതേ ഒരു ടെയിൽ ലാമ്പ് പോസ്റ്റർ തന്നെയാണ്, അല്ലെങ്കിൽ ഡിസൈൻ തന്നെയാണ്
ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ യൂസ് ചെയ്യുന്ന ലൈറ്റ്സിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നല്ലാതെ ആ ഒരു സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്ക് കൗളിനെ പറ്റി പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഇല്ല. അതായത് സ്കാനിയുടെ മോഡലുമായിട്ട് യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഇല്ല. ഈ ഗ്രില്ല് ഈ പോർഷൻ അടക്കം സ്കാനിയുടെ വണ്ടികളിലുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാന ഉപയോഗം സ്കാനിയോ ബസ്സുകളിൽ സ്കാനിയുടേത് റിയർ എഞ്ചിനാണ്, അതായത് പിൻവശത്താണ് എഞ്ചിൻ. അപ്പോൾ ആ എഞ്ചിനുള്ള വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷനാണ് ഇത്. ഈ വണ്ടിയുടേത് ഫ്രണ്ട് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് വെന്റിലേഷൻ ആവശ്യമില്ല. ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റോറേജ്, അതായത് ലഗേജ് സ്റ്റോറേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് വെന്റിലേഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ക്ലോസ് ചെയ്ത് ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെയുണ്ട്. ഏകദേശം ഇത്രത്തോളം ചേസിൻ്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അതായത് ഷാസിയുടെ ഒരു പ്രൊജക്ഷൻ ഇത്രത്തോളം ഉണ്ട്. അധികം കൂടുതലായിട്ടൊന്നും എക്സ്റ്റൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഷാസിയുടെ ഓൾമോസ്റ്റ് ലെങ്ത് തന്നെ ഈ ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാം. ഷാസിയും ഫ്രണ്ടിലത്തെ ആ ഒരു പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ആവശ്യത്തിനുണ്ട്. ഒരു 34 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ജേണിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകുന്നുണ്ട്. ഒരു ലിഫ്റ്ററാണ്, ആ ലിഫ്റ്റർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ഇനീഷ്യലായിട്ട് ഒരു വലിക്കുമ്പോൾ ഒരു ലോഡല്ലാതെ അഡീഷണൽ ആയിട്ട് വേറെ ലോഡൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിതൊന്ന് അടച്ചുകൂടി കാണിക്കാം. വളരെ സിമ്പിളാണ്. ഇനീഷ്യലായിട്ടുള്ള ആ ഒരു പുള്ള് അത്രേ ആവശ്യമുള്ളൂ. സാധാരണ കണ്ടുവരുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇവിടെ ഒരു ലാഡർ പോർഷൻ ഉണ്ടാകും. കാരണം ഈ ഡിക്കി വരെ നിന്നിട്ട് അവർ നമ്മുടെ എക്സ്റ്റേണൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ലാഡർ വെച്ചിട്ട് മുകളിൽ കയറാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. പക്ഷേ ഈ ബസ്സിന്, അതായത് ഗാലക്സിയുടെ ചിന്നാടന് ആ ഒരു ലാഡർ ഇല്ല. പ്രധാന കാരണം ഇതൊരു സ്കാനിയാണ്. സ്കാനി ഒരു പ്രീമിയം വാഹനമാണ്, അല്ലെങ്കിൽ പ്രീമിയം ബസ്സാണ്. അപ്പോൾ ആ ഒരു പ്രീമിയം ലുക്ക് അവർ ആ ഏണി ഒഴിവാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉള്ളപ്പോൾ മുകളിലേക്ക് കയറേണ്ട ആവശ്യങ്ങളൊന്നും പ്രധാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ലാഡർ ഇല്ലാത്തത് തന്നെയാണ് കൂടുതലും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു വരേണ്ട ഒരു കാര്യം ഈ സ്കാനിയ വിങ്സ് ആണ്. അപ്പോൾ സ്കാനിയുടെ ഒരു ഫുള്ളി ബിൽഡ് ബസ്സിന് എപ്പോഴും ഈ റിയർ പോർഷനിൽ എപ്പോഴും ഈ ഒരു വിങ്സ് കാണപ്പെടും. അതായത് ഫുള്ളി ഗ്ലാസ് ആയിരിക്കില്ല, ഈ ഒരു കട്ടിങ് എപ്പോഴും ഉണ്ടാവും. ആ ഒരു ട്രെൻഡ് ഇവിടെയും ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യം ടൂൾ ബോക്സും സ്പെയർ വീലുമാണ്. സാധാരണ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു മോഡൽ സ്ഥലപരിമിതികൾ കൊണ്ടാവാം രണ്ടും ഒരുമിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുഷർ ലിഫ്റ്റർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെയർ വീല് ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും കൊടുക്കുന്ന ആ ഒരു സെയിം ടൈപ്പ് ഡിസൈൻ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. സൈഡ് ബോഡിയോട് ഒരു ക്രോസ് പില്ലർ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഓൾമോസ്റ്റ്. പിന്നെ ഇവിടെ ഒരു ടൂൾ ബോക്സും നമുക്ക് ടൂൾ ക്യാരിങ് മറ്റ് അത്യാവശ്യ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യേണ്ട ഒരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്പെയർ വീൽ കാരിയറും ടൂൾ ബോക്സും നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിത് അടക്കാം. ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ചെറിയൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കണം, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞോളും. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും എക്സ്റ്റീരിയർ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ വിശേഷത്തിലേക്ക് കടക്കാം. AS052 ബസ് കോഡ് നിലവിൽ വന്നതോടുകൂടിയാണ് പാസഞ്ചേഴ്സിനും ആക്സസ് ഉള്ള ഒരു ഡോർ ബട്ടൺ വന്നത്. ഈ ഡോർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡോർ തുറക്കും. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആവശ്യാനുസരണം നമുക്ക് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാം. ഡ്രൈവറിന് അതിനുള്ളൊരു കൺട്രോൾ അവിടെയുണ്ട്. അതിൻ്റെ ഒരു സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും, ഡ്രൈവർ ഓഫാക്കി കഴിഞ്ഞാൽ ഓണാവില്ല. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോയി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓണാക്കി കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് വരുന്നതിനനുസരിച്ച് അവർക്ക് തുറന്ന് കയറാവുന്നതാണ്. ആവശ്യമില്ല, നമ്മളിപ്പോൾ വണ്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അത് ഹാൾട്ടായിട്ട് വെക്കുന്നതാണെങ്കിൽ അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. ഈ ബട്ടൺ ഓപ്പണിങ്ങിന് മാത്രമാണ്. നമ്മൾ ഈ പ്രസ് ചെയ്താൽ ഓപ്പൺ ആവുക മാത്രമേ ചെയ്യൂ. ക്ലോസ് എന്തായാലും ഉള്ളിൽ നിന്ന് ഡ്രൈവർ തന്നെ ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്കും ഒരു 34 സീറ്റർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് പുതിയതിൻ്റെ കാര്യമാണ് പറയുന്നത്, ഏകദേശം BS4 പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 14 മുതൽ 15 ലക്ഷം രൂപയായിരുന്നു ഷാസി, അതായത് ചേസിന് വിലയുണ്ടായിരുന്നത്. അപ്പോൾ BS6 വരുമ്പോൾ എങ്ങനെയായാലും 1.5 മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൈസ് റേഞ്ച് ഒന്നും വന്നിട്ടില്ല, ആരും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കേസ് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 14 സീറ്റിന് ഒരു നല്ലൊരു ബോഡി ചെയ്യണമെങ്കിൽ 13.5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ് മാർക്കറ്റിലുള്ള ഒരു ബോഡി ബിൽഡിംഗ് പ്രൈസ് വരുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബോഡി ബിൽഡറിലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്നിരുന്നാലും ഒരു 14 ലക്ഷം രൂപ ആവറേജ് ബോഡി ബിൽഡിംഗ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും റെഡി ക്യാഷ് ആയിട്ടൊന്നും ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കും എന്ന പോലെ തന്നെയാണ് ഈ വാഹനങ്ങൾക്കും ലോൺ ഓപ്ഷൻ കൊടുക്കുന്നത്. ഷാസിക്ക് 100% ലോണ് കിട്ടും, ബോഡിക്ക് 50 to 60% ആണ് ലോണ് ലഭിക്കുക. ഏകദേശം ഒരു 14 ലക്ഷം രൂപയുടെ 60% എന്ന് പറയുന്നത് 8.5 ലക്ഷം രൂപയോളം വരും. അപ്പോൾ അതിൻ്റെ ബാലൻസ് തുകയായ ഏകദേശം ഒരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ കയ്യിൽ നിന്നും ഇടേണ്ടി വരും. ഏകദേശം ബോഡി ബിൽഡിങ്ങും ഷാസി പർച്ചേസിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. എയർ കണ്ടീഷൻ ചെയ്യുക, സൗണ്ട്, ലൈറ്റ് സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് AC ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയോളം AC ചെയ്യുന്നതിനായിട്ടുള്ളൊരു എമൗണ്ട് വരും. പിന്നെ നല്ല രീതിയിൽ നമുക്കൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ സൗണ്ട് വർക്കൊക്കെ ഒരു ആവറേജ് ചെയ്യേണ്ടി വരും. ലൈറ്റ് സിസ്റ്റം ഏകദേശം നമ്മുടെ ചോയ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപയോളൊക്കെ ആവും. ഒരു മീഡിയം ലെവലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 മുതൽ 60, 70 ആ ഒരു റേഞ്ചിൽ നമുക്ക് ലൈറ്റ് വർക്ക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഫാനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വലിയൊരു എക്സ്പെൻസ് ആയിട്ടൊന്നും വരില്ല ഫാനിനൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ടാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 34 സീറ്റാണ്, 4200 വീൽ ബേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടാക്സ് വരുന്നത് നോർമൽ സീറ്റ് ആണെങ്കിൽ 25,000 രൂപയോളം ടാക്സ് വരും, ക്വാർട്ടർലി ടാക്സ് വരും 3 മാസത്തിലൊരിക്കൽ. അപ്പോൾ ഇത് പുഷ് ബാക്ക് സീറ്റ് ആണെങ്കിൽ ഒരു സീറ്റിന് 1000 വെച്ചിട്ട് 34 സീറ്റിന് 34,000 രൂപ ക്വാർട്ടർലി ടാക്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ഇയർലി ഏകദേശം ഒരു 60,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം, ഏകദേശം ആ ഒരു റേഞ്ച് വരും. അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നതാണ് TV. അപ്പോൾ TVക്ക് ഏകദേശം നമ്മളൊരു 32-34 ഇഞ്ച് TV ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണെങ്കിൽ 15 മുതൽ 25,000 രൂപ വരെയൊക്കെ TVക്ക് കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള TV വേണമെങ്കിലും നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളൊരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഇതിന് വേണ്ട സൈഡ് കട്ടൻസ്, പിന്നെ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, അങ്ങനെയുള്ള നമ്മൾ കുറച്ച് അലങ്കാര പണികളൊക്കെ ഉണ്ടാവും. ഏകദേശം അത് നമ്മുടെ ചോയ്സ് ആണ്. ഏകദേശം ഒരു 30,000 രൂപ മുതൽ 50,000 രൂപ വരെ അതിനും ചിലവുണ്ടാവും. അത് നമ്മുടെ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടവും കുറക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൂട്ടി നമുക്കൊരു 34 സീറ്റർ ടൂറിസ്റ്റ് ബസ് പുറത്തിറക്കണമെങ്കിൽ ഏകദേശം ഒരു 36 ലക്ഷം രൂപ വരെ ഇപ്പോഴത്തെ, അതായത് BS4 റേഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഷാസിയുടെയും ബോഡി ബിൽഡിങ്ങിൻ്റെയും അഡീഷണൽ കോസ്റ്റ് എന്തായാലും ഉണ്ടാകും, കാരണം ഷാസിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 37-38 ലക്ഷം രൂപ ഒരു പുതിയൊരു 34 സീറ്റർ AC വണ്ടി ഇറക്കണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്നും കാണേണ്ടി വരും. അപ്പോൾ ലോൺ ഉണ്ടാവും, ലോൺ എമൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ കയ്യിൽ നിന്നും കാണേണ്ട ഒരു തുകയുണ്ട്. 13 മുതൽ 14 ലക്ഷം രൂപ വരെ നമ്മൾ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു 34 സീറ്റർ സ്വന്തമാക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല പരിചയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 13 ലക്ഷം എന്നുള്ളത് കുറച്ച് കൊണ്ടുവരാനും പറ്റും. അത് അത്യാവശ്യം ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2020 വരെ ഇറങ്ങിയിട്ടുള്ള BS4 വണ്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ ഏകദേശം ഷാസിക്കും ബോഡിക്കും കൂടി ഏകദേശം 23 ലക്ഷം രൂപയാണ് നമുക്ക് ലോണ് കിട്ടുക. അപ്പോൾ അതിനൊരു 10% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ 5 വർഷത്തേക്ക് ഒരു ലോൺ ഇടുകയാണെങ്കിൽ 45,000 മുതൽ 48,000 രൂപ വരെ EMI ഉണ്ട്, അതായത് മാസം ലോണ് എമൗണ്ട് ഉണ്ടാവും. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഈ മോഡലിന് കർണാടകയിൽ സിംഗിൾ ടാക്സ് ആണ്. 4200 വീൽ ബേസ്, 34 സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ കർണാടകയിൽ നമുക്ക് സിംഗിൾ ടാക്സിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ വീൽ ബേസും സീറ്റിംഗ് കപ്പാസിറ്റിയും മെഷർ ചെയ്തിട്ടാണ് കർണാടകയിൽ ടാക്സ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കർണാടക സിംഗിൾ ടാക്സ് വരുന്നത് ഏകദേശം 11,000 സംതിങ് ആണ്. 11,000-നും 12,000-നും ഇടയിലാണ് ഇതിൻ്റെ കർണാടക സിംഗിൾ ടാക്സ് വരുന്നത്. നിങ്ങൾക്ക് എക്സാക്ട് ഫിഗർ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും എൻട്രി ടാക്സിനെ പറ്റി ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. കൂടാതെ ഇത് പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഷാസീസ് എന്ന് പറയുന്നത് ടാറ്റ അൾട്ര 8.5 4200 വീൽ ബേസ്, പിന്നെ ഉള്ളത് ഐഷർ പ്രോ 3008 എന്ന മോഡലുണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ
നീളം, അതായത് 4200 അല്ല, അതിന് 4320 mm ആണ് വീൽ ബേസ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ലെങ്ത്തിൽ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ 4300 വീൽ ബേസിനേക്കാളും ചെറിയൊരു ലെഗ് സ്പേസും അങ്ങനെയുള്ള കുറച്ച് വലിപ്പ കൂടുതലിൻ്റെ കുറച്ച് സൗകര്യങ്ങൾ നമുക്ക് എന്തായാലും ആ ഒരു മോഡലിൽ കിട്ടും. പിന്നെ വരുന്നത് അശോക് ലാലൻ ലിൻസ്മാർട്ട് ആണ്. ലിൻസ്മാർട്ടിൻ്റെ ഫ്രണ്ട് ഓവർ ഹാങ് ഉള്ള മോഡലുകൾ അവൈലബിൾ അല്ല നിലവിൽ. BS6 വരുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഫ്രണ്ട് ടയറിന് മുന്നോടിയായിട്ടുള്ള ഡോറ് ലിൻസിൽ വരുന്നത് ഫ്രണ്ട് ഡോറിന് പിന്നോടിയായിട്ട്, അതായത് സാധാരണ നമ്മുടെ റൂട്ട് ബസ്സിനൊക്കെ വരുന്ന ടൈപ്പ് ഡോറാണ് വരിക. സാധാരണ നമ്മൾ പ്രകാശ് ടൂറിസ്റ്റ് ബസ്സുകളിൽ കണ്ടുവരുന്ന ഒരു ഇന്റീരിയർ ഡിസൈൻ അല്ല ഇത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒരു പുതുമ തന്നെയാണ് ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ ഇത് നൽകുന്നത്. കാരണം സാധാരണ ഈ ഹാൻഡ് ട്രാക്ക് ഒക്കെ ഈ ടൈപ്പ് ക്ലോത്ത് വെച്ചിട്ടാണ് പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ ഇതൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രകാശിന്റെ ആ ഒരു ടിപ്പിക്കൽ ഡിസൈനിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇന്റീരിയർ പാനലൊക്കെ കൊടുത്തൊരു പ്രീമിയം ലുക്ക് ഇതിൽ നൽകുന്നുണ്ട്. പ്രകാശിന്റെ പ്രീമിയം ലുക്ക് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വെറൈറ്റിയാണ് ഇത് കാണാൻ. കണ്ട് ശീലിച്ച ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി കാണാൻ നല്ല ഒരു ഭംഗി, അത് ഇന്റീരിയർ നല്ലൊരു വെളിച്ചം ഇതിൽ കിട്ടും. അതായത് ഈ ഒരു ഐവറി കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല ഒരുപാട് ലൈറ്റ്സും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഇലൂമിനേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് മിന്നുവും കിടുവൊക്കെ ചെയ്യുമ്പോൾ വളരെ നല്ല ഒരു ഇന്റീരിയർ നല്ലൊരു നമുക്കൊരു DJ ഫീലൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. സാധാരണ ഒരു 49 സീറ്റർ ടൂറിസ്റ്റ് ബസ്സിലുള്ള അതേ ഗാങ് വേ തന്നെ നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. കാരണം സാധാരണ ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴുള്ള അതേ ഒരു ഫീൽ തന്നെയാണ്. ഗാങ് വേ ഓൾമോസ്റ്റ് സെയിം ആണ്. സീറ്റ്സും വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇത് ഓജസിന്റെ ഒരു സീറ്റാണ്. പ്രകാശിന്റെ സീറ്റും ഓജസിന്റെ സീറ്റും നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. പക്ഷേ ഇരിക്കുമ്പോഴുള്ള സീറ്റിംഗ് കംഫർട്ടും ഒക്കെ സെയിം തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കൂടാതെ പ്രകാശിൽ നിന്നും അത്യാവശ്യം ചെറിയ ബോട്ടിൽ ഹോൾഡർ അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗാലക്സി ചിന്നാടന്റെ ഓഡിയോ സിസ്റ്റം വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അരുൺ ഓഡിയോസ് ആണ്. നല്ല കിടിലം വർക്കാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി. നമ്മൾ കുറച്ച് അത്യാവശ്യം ഒരു DJ സോങ്സ് ഒക്കെ ഇടുമ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല. അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്നും പറയാനുള്ള കിടിലം വർക്കാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്റർടൈൻമെന്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ കൊണ്ടുപോകുന്നത് കൂടുതലും വിനോദയാത്രയ്ക്കാണ്. അപ്പോൾ അവർ ഓരോ മിനിറ്റും എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുക്കേണ്ട ഒരു കാര്യമാണ് ടിവിയും നല്ലൊരു ബെറ്റർ സൗണ്ട് സിസ്റ്റം ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടിവിയാണ്. ഇത് 32 ഇഞ്ച് ടിവിയാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ 34 സീറ്റിംഗ് കപ്പാസിറ്റിയിൽ എവിടെ നിന്ന് ഇരുന്നു കഴിഞ്ഞാലും കറക്റ്റുള്ള ഒരു വിഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ടിവിയുടെ ഫിക്സിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇരുന്നായാലും ശരി, ഫ്രണ്ടിൽ ഇരുന്നായാലും ശരി, വിഷൻ ഒന്ന് തന്നെയാണ്. ചെറിയൊരു ലാഗിങ് ഉണ്ടാവും, അത് ടിവിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് എല്ലാ രീതിയിലും എല്ലാവർക്കും കാണുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് ഈ ടി വി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഒരു ഡാഷ്ബോർഡിനെ പറ്റി പറയുമ്പോൾ ആസ് യൂഷ്വൽ ഗിയർ ലിവർ എല്ലാവർക്കും അറിയുന്നതായിരുന്നു, സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ട. ഇവിടെ 2 സ്വിച്ചസ് ഉണ്ട്. ഒന്ന് നമ്മുടെ പാസഞ്ചർ എൻട്രി ഡോറും പിന്നെ ഫ്രണ്ട് ഓപ്പണബിൾ ഗ്രില്ലിന്റെ സ്വിച്ചാണ്. രണ്ടും പ്യൂമാറ്റിക്കലി ഓപ്പറേറ്റ് ആണ്, എയറിൽ യൂസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോഴാണ് ഈ 2 സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഇതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിൽ വരുമ്പോൾ AC-യുടെ ഒരു ഹവർ റീഡിങ്ങും പിന്നെ ജിങ്കിയുടെ ഒരു AC ഓപ്പൺ പാനൽ ഉണ്ട്, ഓൺ ഓഫ് ടെമ്പറേച്ചർ കൺട്രോളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതൊക്കെ നമ്മുടെ ഷാസിയിൽ വരുന്ന ഇൻബിൽഡ് സാധനങ്ങളാണ്. ഹെഡ്ലൈറ്റ് കൺട്രോളും ഹസാർഡ് സ്വിച്ച്, ബാറ്ററി ഇൻഡിക്കേഷൻ, ABS അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ ഇതെന്താണെന്ന് ചോദിക്കേണ്ട, ഇത് എമർജൻസി ലാമ്പാണ്. അതായത് എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആവും അങ്ങനെയൊക്കെ വരുന്ന സമയം ഗ്ലോ ചെയ്യേണ്ട ഒരു വാർണിംഗ് ലാമ്പാണ് ഇത്. പിന്നെ ടാറ്റയിലേക്ക് വരുമ്പോൾ ടാറ്റ അൾട്രാ സീരീസിൽ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഇപ്പോൾ ടാറ്റ അൾട്രാ മോഡലാണ്, അതിന്റെ സ്റ്റിയറിംഗ് വീല് മാത്രമേ വരൂ. അപ്പോൾ സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ സ്വിച്ചസിനൊക്കെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കാറിന്റെ ഒരു ഫീലാണ്. ചിലപ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ ആയിക്കോട്ടെ, ഈ കോമ്പിനേഷൻ സ്വിച്ചസ് ഒക്കെ ആയിക്കോട്ടെ, ഒരു കാറിന്റെ ഫീലാണ് നമുക്ക് നൽകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും ഒരു നല്ലൊരു ലക്ഷറി ഫീലാണ് ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ. ഇതിന്റെ ഒരു മിറർ പോർഷൻ ആയിക്കോട്ടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ലെഫ്റ്റ് സൈഡ് ആയിക്കോട്ടെ റൈറ്റ് സൈഡ് ആയിക്കോട്ടെ, മിറേഴ്സ് ഒക്കെ
പെർഫെക്റ്റ് ആണ്. നമുക്ക് ബ്ലൈൻഡ് പോയിന്റ് ഒക്കെ ഉണ്ടാവും, എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ച് പോകാൻ പറ്റും. ഇനി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ഡ്രൈവ്. ഇതിൽ എന്തെങ്കിലും എനിക്ക് സ്പെഷ്യാലിറ്റി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയാം. ഇപ്പോൾ പുതിയ വണ്ടികൾ നമ്മൾ പണ്ടത്തെ വണ്ടി പോലെ സഡൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ചെറിയൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഹെവി വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഇത് എയർ ബ്രേക്ക് ആണ്. അപ്പോൾ എയറിന് ഒരു മിനിമം 8 ബാർ എങ്കിലും മിനിമം വെച്ചിട്ട് മാത്രമേ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എയർ ഗേജ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എയർ പ്രഷർ രണ്ടിലും ഏകദേശം 8 ബാറിന് അടുപ്പിച്ചിട്ട് എയർ പ്രഷർ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മൂവ് ആക്കുകയാണ് വേണ്ടത്. ഒരു സൈലന്റ് വർക്കിംഗ് ആണ്. നമ്മളൊരു കാർ ഓടിക്കുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. നമുക്കൊരു വലിയൊരു ഹെവി വണ്ടി ഓടിക്കുന്നതിൻ്റെ ആ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സ്റ്റിയറിംഗ് പ്രത്യേകിച്ച് എടുത്തു വരേണ്ടത്, സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റിങ് കേബിൾ ഷിഫ്റ്റ് ആയിരുന്നാലും ആ ഒരു സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. യുവർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ പ്രിയോറിറ്റി. നമുക്ക് ആ ഒരു ടാഗ് ലൈന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹോളിഡേ മേക്കറാണ് ദ ടീം ഗാലക്സി. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരു ടൂറിസ്റ്റ് ബസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് 49 സീറ്റർ ടൂറിസ്റ്റ് ബസ്സാണ്. ഒരു 2018 വരെ 49 സീറ്ററിൻ്റെ ഒരു ട്രെൻഡാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ 2020 എത്തി നിൽക്കുമ്പോൾ 34 സീറ്റിന് ഇപ്പോൾ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2018 സ്റ്റാർട്ട് ചെയ്തു, 19 പാർഷ്യലായിട്ട് ഒരു ഹൈക്ക് ഉണ്ടായി. 2020 ആകുമ്പോഴേക്കും 34 സീറ്റർ നല്ലൊരു സെഗ്മെൻറ്റ് വൈസ്, അതായത് എല്ലാ ട്രാവൽസിലും ഒരു 34 സീറ്റർ ടൂറിസ്റ്റ് ബസ് ഉണ്ട് എന്നൊരു സ്ഥിതി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമത്തേത് 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 45 ആളുകളെങ്കിലും മിനിമം വേണം. അതായത് ലാസ്റ്റിലത്തെ ആ റോ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സീറ്റുകളിലും ആൾ വേണം. അപ്പോൾ ഇത്രയും ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യലും അത് പോയി സക്സസ് ആയിട്ട് തിരിച്ചു വരുത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രിപ്പ് പോകുന്നത് സ്കൂൾ, കോളേജ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ടൂർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പോകുന്നത്. അപ്പോൾ നമ്മളൊരു ടീമായിട്ട്, അതായത് ഒരു കൂട്ടം ആളുകൾക്ക് ഒരിക്കലും 49 സീറ്റ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയും ബൾക്കായിട്ടുള്ള ഒരാളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്കുള്ള ഒരു ചോയ്സാണ് ട്രാവലർ. അപ്പോൾ ട്രാവലർ നല്ല കംഫർട്ട് തരുന്ന ഒരു വാഹനമാണ്. പക്ഷേ നമ്മുടെ ഒരു 34 സീറ്റർ ടൂറിസ്റ്റിൽ, അതായത് ഒരു ചേസ് എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കിട്ടുന്ന ബോഡിയുടെ ഒരു കംഫർട്ട് ഇൻബിൽഡ് ബോഡിക്ക് കിട്ടില്ല. അതും വണ്ടിക്ക് നീളവും വീതിയും കുറവാണ്. ഏത് സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാം. ചില വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് പിന്നെ വേറെ ട്രാവലറിലൊക്കെ യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാണ്ട്. ഇപ്പോൾ ഈ ഒരു 34 സീറ്ററിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഒരു പാസഞ്ചറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ. കാരണം ഒരു ലിമിറ്റഡ് ആളുകൾക്ക് നല്ല കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ 34 സീറ്ററാണ് ബസ്. കൂടുതലായിട്ടും ഫാമിലി, റിട്ടയർഡ് പീപ്പിൾസ്, പിന്നെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ട്രിപ്പ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ നമ്മുടെ ഫംഗ്ഷൻസ്, മാരേജ് ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള റിലീജിയസ് ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ 34 സീറ്റർ ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. കാരണം ആളുകളുടെ പങ്കാളിത്തം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 34 സീറ്ററിനാണ് ഇപ്പോൾ ആവശ്യകത ഏറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം പറയാം. ഓണർക്ക് ഇത് വലിയ വണ്ടികളെക്കാളും മെയിൻ്റനൻസ് കുറവാണ്. കാരണം ചെറിയ പാർട്സാണ്, മെയിൻ്റനൻസ് കുറവാണ്. കൂടാതെ തന്നെ ഇതിന് മറ്റുള്ള വലിയ വണ്ടികളെക്കാളും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി അഥവാ മൈലേജ് ലഭിക്കും. അപ്പോൾ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഈ മെയിൻ്റനൻസിൻ്റെ എമൗണ്ട് കുറവും ഈ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ കൂടുമ്പോൾ അദ്ദേഹത്തിന് ഒരു 49 സീറ്റർ ഓടുന്നതിനേക്കാളും കൂടുതൽ ലാഭം ഒരു 34 സീറ്റർ ഓടിയാൽ കിട്ടും, സ്ഥിരമായിട്ട് ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടും
ഒരു ഓണർ 34 സീറ്ററാണ് കൂടുതലായിട്ടും എന്നാലും പ്രിഫർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓണർ അതായിരിക്കും ചൂസ് ചെയ്യുക. പിന്നെ ഡ്രൈവറുടെ കേസ് പറഞ്ഞാൽ ചെറിയ വണ്ടിയാണ്, ഓടിക്കാനൊക്കെ വളരെ സുഖമാണ്. നമുക്കിപ്പോൾ ഒരു കാർ ഓടിക്കുന്ന രീതിയിൽ ഈ വണ്ടി ഓടിക്കാം. അപ്പോൾ ഡ്രൈവറുടെ ചോയ്സും അത് തന്നെയായിരിക്കും. പിന്നെ കൂടുതൽ ആളുകൾ ചേരുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. അധികം ആളുകളും കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ പ്രൈവസി ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനും ഈ 34 സീറ്റർ നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഈ 34 സീറ്റർ എന്തുകൊണ്ട് ഇത്രയും ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കി എന്നതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ഇത്ര നേരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി നിങ്ങൾക്കെല്ലാവർക്കും ടീം ഗാലക്സിയുടെ ചിന്നാടൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാഹന രംഗത്തെ മറ്റ് പുത്തൻ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.